കാണുന്നില്ലേ അവിടെ? ആ മഹാന്മാരായ തങ്ങന്മാരെ ധിക്കരിച്ചുകൊണ്ട് അത്തരം ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? നാട്ടിക മൂസ മൗലവി അതിൽ പ്രകോപിതനായി. അദ്ദേഹം ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി എറണാകുളത്ത് തന്നെ മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. എറണാകുളത്ത് മധ്യമേഖലാ സുന്നി സമ്മേളനം ഒറ്റ പ്രഖ്യാപനം. മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചതോടുകൂടി ആ മധ്യമേഖലാ സുന്നി സമ്മേളനത്തിന്റെ വാർത്താ പത്രത്തിൽ വന്നു, SYSന്റെ സമ്മേളനം മധ്യമേഖലാ സുന്നി സമ്മേളനം. സമത്വ കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകമായ SYSഉം ആ SYSന്റെ ഭാരവാഹികളായ പരിഗണിക്കപ്പെടാത്ത ആളുകളുടെ മധ്യമേഖലാ സമ്മേളനം. ചുരുക്കത്തിൽ സമത്വയുടെ പേരിൽ ഒരേ സമയത്ത് രണ്ട് സമ്മേളനം. അത് അപകടമാണ്. നമ്മൾ ഭിന്നിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷി സമത്വയാണ്. ഭിന്നിച്ചാൽ അതിന്റെ രൂക്ഷമായ പ്രശ്നം മഹല്ലത്തുകളിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി സമത്വ കേരള ജംഇയ്യത്തുൽ തലമുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്ക് മസ്ലഹത്തിന് വഴിയൊരുക്കി. മസ്ലഹത്തിന് വേണ്ടി രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തി. വിശാലമായ ചർച്ചക്കൊടുവിൽ കോഴിക്കോട്ട് സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം വന്നു. ആ യോഗത്തിലേക്ക് സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്ത ആളുകളോട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വികാര നിർഭരമായ ഭാഷയിൽ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊരു പ്രസംഗം ചെയ്തു. 1988 നവംബർ 12 ആ സംഭവം. ശരിക്കും പഠിച്ചോളൂ. 988 നവംബർ മാസം 12-ാം തീയതി കോഴിക്കോട്ട് കൂടിയ യോഗത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ വികാര നിർഭരനായ പ്രസംഗം ചെയ്തു. സുന്നികളായ നമ്മൾ ഭിന്നിക്കണം. രണ്ട് സമ്മേളനം നമുക്ക് വേണം. നമ്മൾ രണ്ട് ചേരിതിരിഞ്ഞ് സമ്മേളനം നടത്തി ഈ വലിയ ശക്തി ഭിന്നിക്കുന്നത് ശരിയുണ്ടോ? നമ്മുടെ കാരണവന്മാർ പ്രയാസപ്പെട്ട് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന ഈ സംഘടന ഒന്നിച്ചല്ല നിൽക്കേണ്ടത്. ശൈഖുനായുടെ ആ പ്രസംഗം കേട്ടപ്പോൾ മുഴുവൻ ആളുകളും പറഞ്ഞു രണ്ട് സമ്മേളനം വേണ്ട. ആ സദസ്സ് ഒന്നടങ്കം പറഞ്ഞതനുസരിച്ചുകൊണ്ട് രണ്ട് സമ്മേളനം നിർത്തിവെച്ചിട്ട്, എന്നാൽ ഇത്രയൊക്കെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് സമ്മേളനം നടത്താതിരിക്കാൻ പറ്റില്ല. ഒരു സമ്മേളനം നടത്തുക, അതിന് സമത്വ നേതൃത്വം കൊടുക്കുക. ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കുറ്റമറ്റ രീതിയിൽ എല്ലാവരെയും ചേർത്തുണ്ടാക്കുക. 3 തീരുമാനം അവിടെ വെച്ചെടുത്തു. ഒന്ന്, രണ്ട് സമ്മേളനം നിർത്തുക, ഒരു സമ്മേളനം നടത്തുക, വലിയ സമ്മേളനം. അതിന് 2 സ്വാഗത സംഘവും കൂട്ടിച്ചേർത്ത് സംയുക്ത സ്വാഗത സംഘം ഇവിടെ വെച്ച് തന്നെ അടുത്ത ആഴ്ച ഇതേ ഹാളിൽ ഉണ്ടാക്കുക. 3 തീരുമാനം. നല്ല തീരുമാനം. ആർക്കും അതിൽ എതിരഭിപ്രായമില്ല, പിരിഞ്ഞു. ആ തീരുമാനത്തിലെ 3ാമത്തെ തീരുമാനം നടപ്പാക്കാൻ അടുത്ത ആഴ്ച നവംബർ 19-ന് 88 നവംബർ 19-ന് യോഗം വിളിച്ചു. എങ്ങനെ രണ്ട് സമത്വം ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. 89 നവംബർ 19-ന് യോഗം വിളിച്ചു. ആ യോഗത്തിലേക്ക് രണ്ട് കൂട്ടരെയും വിളിച്ചു. ശൈഖുനാ ശംസുൽ ഉലമ എഴുന്നേറ്റ് പറഞ്ഞു, എറണാകുളത്ത് 2 സമ്മേളനം നടത്തിയാൽ അപകടം വരും. അതുകൊണ്ട് ഒരു സമ്മേളനം മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു സമ്മേളനം നടത്താനാണ് നമ്മളിവിടെ സ്വാഗത സംഘം രൂപീകരിക്കാൻ പോകുന്നത്. ഇതങ്ങ് പറഞ്ഞ പാടെ, ഇതങ്ങ് കേട്ട പാടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധികളെന്ന് അവകാശപ്പെടുന്ന കുറച്ചാളുകൾ ചാടി എഴുന്നേറ്റ് അവർ പറഞ്ഞു, SYSന്റെ സമ്മേളനം നിർത്തിവെക്കൂല. ആരോടാ പറയുന്നത്? പിതാവിനോട് മക്കൾ പറയും പോലെ. ശൈഖുനാ ശംസുൽ ഉലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സമ്മേളനം ഞങ്ങൾ നിർത്തിവെക്കൂല. എന്തൊരു സങ്കടകരമായ വാക്ക്! ബഹുമാനപ്പെട്ട സുന്നി തറവാട്ടിലെ കാരണവരായ ശൈഖുനായോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? പറഞ്ഞു എന്ന് മാത്രമല്ല, ശൈഖുനാ ശംസുൽ ഉലമ അവരോട് കർക്കശ ഭാഷയിൽ പറഞ്ഞു, സമത്വയുടെ പേരിൽ 2 സമ്മേളനം പറ്റൂല. സമത്വയുടെ പേരിൽ 2 സമ്മേളനം പറ്റൂല. ഒരു സമ്മേളനം മാത്രമേ അനുവദിക്കൂ. അതിന്റെ സ്വാഗത സംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. അതിന്റെ സ്വാഗതസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. അതങ്ങ് കേട്ടപ്പാടെ ഇവർ എഴുന്നേറ്റ് നിയമസഭയിൽ പ്രതിപക്ഷം വോക്കൗട്ട് നടത്തും പോലെ അവർ വോക്കൗട്ട് നടത്തി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഉസ്താദന്മാർക്കെതിരെ ശക്തമായി മുദ്രാവാക്യം വിളിച്ചു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, ചരിത്രത്തിൽ ആദ്യമായി സമത്വയുടെ കോഴിക്കോട്ടെ ഓഫീസിൽ ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് മാത്രമല്ല, മഹാന്മാരായ ഗുരുവര്യന്മാർക്ക് ആ സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ പോലീസിനെ വിളിക്കേണ്ട ഗതികേട് വന്നു. 1988 നവംബർ 19-ന് സമത്വയുടെ കോഴിക്കോട്ടെ ഓഫീസിൽ നിന്ന് ഉസ്താദുമാർക്ക് പുറത്തേക്ക് പോകാൻ പോലീസിനെ വിളിക്കേണ്ടി വന്നു. ശംസുൽ ഉലമ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ ആരെയും പുറത്താക്കണ്ട, ആർക്കെതിരെയും ലാത്തി വീശരുത്, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാ മതി. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം, മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. മതവിധികൾ പാലിക്കലാണ്. മതവിധികൾ പാലിക്കൽ, അതുപോലെ തന്നെ അദബ് പാലിക്കൽ, ഇത് രണ്ടും ഒപ്പം വന്നാൽ അദബ് പാലിക്കലാണ് മതവിധി പാലിക്കുന്നതിനേക്കാൾ പ്രധാനം. അദബ് പോയിട്ട് മതവിധി പാലിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ട് നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. ബാപ്പാനെ ധിക്കരിച്ചാൽ, ഉമ്മാനെ ധിക്കരിച്ചാൽ, അദബ് പോയാൽ എല്ലാം പോയില്ലേ?
ഉസ്താദിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റുമോ? ഗുരുനാഥനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമോ? മഹാനായ ഗുരുനാഥനാകുന്ന ശംസുലമയും കണ്ണിയത്തും ജീവിച്ചിരിപ്പില്ലേ? ആ ഇതൊരു പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. കാരണം എന്താ? ഈ സംഭവം നടക്കുന്നത് 988-ലാണ്. 88 മുതൽ 2013 25 കൊല്ലായി. 25 കൊല്ലം മുമ്പുള്ള കഥയെ ഞാൻ ഈ പറയുന്നത്. 988-ഉം 2013 തമ്മിൽ 25 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അന്ന് ഒരു വയസ്സുള്ള കുട്ടിക്ക് ഇത് അറിയില്ലല്ലോ. 988 ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 വയസ്സെങ്കിലും ഉള്ള ആൾക്കല്ലേ ഈ കഥ ഓർക്കാൻ പറ്റുള്ളൂ. ഒരു 15 വയസ്സെങ്കിലും അന്നുള്ള ആൾക്ക് ഈ കഥ ഓർക്കാൻ പറ്റുള്ളൂ. അന്ന് 15 വയസ്സുള്ള ആൾക്ക് 25 കൂടി കൂട്ടിയാൽ 40 വയസ്സായി. 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഈ കഥ അറിയില്ല. ഈ സദസ്സിൽ ഭൂരിപക്ഷവും 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ്. 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് 88-ലെ കഥ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വന്നത്. അതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഈ അറിവില്ലായ്മയാണ് ഇവരിപ്പോൾ ചൂഷണം ചെയ്ത്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. 40 വയസ്സെങ്കിലും 40-ന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഈ ചേരി തിരിഞ്ഞ കഥ അറിയില്ല. അവര് അവിടെയും പണ്ഡിതന്മാർ ഇവിടെയും പണ്ഡിതന്മാർ ഇതേ അവർ കാണുന്നു. അവർ ഈ ചേരി തിരിഞ്ഞ എങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ചേരി തിരിഞ്ഞു എന്ന് ആദ്യം പഠിച്ചാൽ സംഗതിന് ബോധ്യമാവും. അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ആരെങ്കിലും വന്നാലോ, ഓ ഇതാ വരുന്നു ആലിമീങ്ങളെ കുറ്റം പറയാൻ, വലിയ കുഴപ്പമാണ്. എന്നാ പിന്നെ ഇബ്ലീസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റുമല്ലോ. ഏറ്റവും വലിയ ആലിം ഇബ്ലീസല്ലേ. കാനമിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി. ലോകത്തെ ഏറ്റവും വലിയ ആലിം ഇബ്ലീസാണ്. ഇബ്ലീസിനെ പറയാൻ പറ്റുമോ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല. ഒരു വ്യക്തിയെ പോലും നമ്മൾ ഹനിക്കൂല. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ പോലും നമ്മൾ ക്ഷതപ്പെടുത്തൂല. ഒരാളെയും വേദനിപ്പിക്കാതെ സത്യവും ചരിത്രവും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിൽ മുദ്രാവാക്യം വിളിച്ച് ഉസ്താദുമാരെ ഗരാവോ ചെയ്തു. ഉസ്താദുമാർക്കെതിരെ സമരം ചെയ്തു. അതാണ് സമരമാണ് ജീവിതം. അവിടുന്ന് തുടങ്ങിയത് സമരം. ഉസ്താദുമാർക്കെതിരെ സമരം ചെയ്തുകൊണ്ടാ സമരം തുടങ്ങി. അങ്ങനെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഗുരുവര്യന്മാർ പുറത്തു വന്ന വേദനയോടുകൂടി ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ 88 ഡിസംബർ 1 മുഷാവറ വിളിച്ചു. മുഷാവറയ്ക്ക് വേണ്ടി ഉസ്താദുമാർ തയ്യാറായി. മുഷാവറയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കാം. അതിൻ്റെ തലേ ദിവസമൊക്കെ അതിൻ്റെ ആലോചനാ യോഗം നടന്ന് ഡിസംബർ 1 പ്രഭാതമായപ്പോഴേക്കും കോടതിയിൽ കേസ്. സുന്നീവന സംഘത്തിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ കേസ് കൊടുത്തു. അയാൾ കോടതിയിൽ 3 വാദമാണ് ഉന്നയിച്ചത്. 3 വാദം. SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ ആള് 3 വാദം. 1, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിലനിൽപ്പില്ല, അതിൻ്റെ പോക്ക് ശരിയല്ല. 2, നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കണ്ണിയത്തിനെയും ശംസുലമയും വിശ്വാസമില്ല എന്നർത്ഥം. 3, സമത്വയുടെ പ്രവർത്തനം റിസീവറെ ഏൽപ്പിക്കണം. ഈ 3 വാദമാണ് കോടതിയിൽ കൊടുത്തത്. 1, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം നേർവഴിക്കല്ല, അത് ശരിയല്ല, നിർത്തിവെക്കണം, റിസീവറെ ഏൽപ്പിക്കണം. ഈ 3 വാദം. ഈ 3 വാദം ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുത്തു. കോടതി ഫയലിൽ സ്വീകരിച്ചു. കോടതി പറഞ്ഞു മുഷാവറ ചേരാൻ പാടില്ല, കേസ് നടത്തട്ടെ. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന് കോടതി പറഞ്ഞു. അതുവരെ മുഷാവറ ചേരാൻ പാടില്ല. ചരിത്രത്തിൽ ആദ്യമായി 988 ഡിസംബർ 1 സമത്വയുടെ മുഷാവറ കോടതി ബ്ലോക്ക് ചെയ്തു. ആ കാലം അത്രയും സമത്വ പ്രവർത്തിച്ചിട്ട് സമത്വയുടെ മുഷാവറക്കെതിരെ ഒരു മുജാഹിദോ ജമാഅത്തോ BJP-കാരനോ RSS-കാരനോ കേസ് കൊടുത്തിട്ടില്ല. സമത്വക്കെതിരെ കേസ് കൊടുത്തു. സമത്വയുടെ മുഷാവറ യോഗത്തിന് വേണ്ടി വാഴക്കാട്ട് വീട്ടിൽ നിന്ന് കണ്ണിയത്ത് പുറപ്പെടാൻ നിൽക്കുമ്പോൾ വിവരം കിട്ടി. കണ്ണിയത്ത് വീട്ടിൽ തന്നെ കയറി. KT മാനു മുസ്ലിയാരും CH ഐദ്രോസ് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ണിയത്ത് കരഞ്ഞിരിക്കുക. കണ്ണിയത്ത് കരയുന്നു. എന്താ കരച്ചില്? മുഷാവറ യോഗം ചേരാൻ പാടില്ല എന്ന് കോടതി വിധിച്ചുല്ലേ? സമത്വക്കെതിരെ കേസ് കൊടുത്തുല്ലേ? ഇനി നമുക്ക് യോഗം ചേരാൻ പാടില്ലല്ലോ. ദീൻ എങ്ങനെ നടത്തും? ജനങ്ങൾക്ക് എങ്ങനെ ദീൻ പറഞ്ഞു കൊടുക്കും? കണ്ണിയത്ത് ഉസ്താദ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം മുഷാവറ ചേരുന്നതിനെ വിലക്കിയതോടുകൂടി നിർത്തി എന്ന ധാരണയിൽ കരഞ്ഞു അദ്ദേഹം. 1926 മുഷാവറ മെമ്പറായി. ആ മഹാൻ തൻ്റെ പ്രവർത്തനം സമത്വക്ക് വേണ്ടി വിനിയോഗിച്ചു. കോഴിക്കോട്ട് മുഷാവറ നടക്കുന്ന ദിവസം ആദ്യകാലത്ത് സുബഹിക്ക് അദ്ദേഹം പള്ളിയിൽ വരുന്നത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് മുഷാവറയുള്ള ദിവസം ഒരു ചൂട്ട് കെട്ടി സുബഹിക്ക് മുമ്പ് പുറപ്പെടും. വാഴക്കാട്ടുന്ന് 40ഓളം കിലോമീറ്ററുള്ള കോഴിക്കോട്ടേക്ക് നടക്കും. ഏതാണ്ട് 20ഓളം കിലോമീറ്റർ എത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ ചുങ്കത്തെത്തും ഫറൂഖിൽ. അവിടെ കയറി സുബഹി നിസ്കരിക്കും. എന്നിട്ടൊരു കട്ടൻ ചായ കുടിച്ച് വീണ്ടും നടക്കും കോഴിക്കോട്ടേക്ക്. മുഷാവറയുള്ള ദിവസം സുബഹിക്ക് മുമ്പ്
തഹജ്ജുദ് നിസ്കരിച്ച് ചൂട്ടുകെട്ടി പുറപ്പെടുന്ന കണ്ണിയത്ത് തൻ്റെ കാൽ നടന്ന് നിറന്ന് തഴമ്പിച്ച് വേദനിച്ച് അവസാന കാലത്ത് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് കണ്ണിയത്തിന് എടുത്തു വെക്കേണ്ടി വന്നു. അത്ര കട്ടപ്പെട്ട് സമത്വ മുഷാവറയ്ക്ക് വേണ്ടി 926 മുതൽ കാൽനടയായി സഞ്ചരിച്ച കണ്ണിയത്ത് സമത്വയുടെ മുഷാവറ കോടതി നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കേസ് കൊടുത്തവർക്കെതിരെ വേദനിച്ചുകൊണ്ട് കരഞ്ഞു. സമത്വയ്ക്ക് വേണ്ടി കണ്ണിയത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ണിയത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ വലിയായ കണ്ണിയത്തിന്റെ കണ്ണുനീർ കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീഴ്ത്തിയത് ആ ഒരൊറ്റ ദിവസമാണ്. സമത്വയ്ക്ക് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു. സമത്വ മുഷാവറ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മാൻ മുസ്ലിയാർ വികാര നിർഭരമായി പറയാറുണ്ടേ. അതിന്റെ ഗുരുത്തക്കേട് കണ്ടല്ലോ, അതിന്റെ ഗുരുത്തക്കേട് കണ്ടല്ലോ. നിങ്ങളൊന്ന് പോയി നോക്ക്. പറയുന്നത്ര ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. സമത്വക്കെതിരെ കേസ് കൊടുത്ത ആ സാധു മനുഷ്യൻ, അയാളെ പേരാ കൊടുത്തത്. അയാളെ കേസ് കൊടുക്കാൻ ആള് വേണല്ലോ. റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിടാൻ ആരൊക്കെ കൂടിയാണ്ട് ഒരാളെ ചുമതലപ്പെടുത്തിയല്ലോ എന്നതുപോലെ ഈ കേസ് കൊടുക്കാൻ ഈ സാധുവിനെ ചുമതലപ്പെടുത്തിയത്. ആ സാധുവായ മനുഷ്യൻ, ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ച് നല്ലതേ പറയാവൂ. ഉദ്കുറു മഹാസിന മൗതാക്കും, ആ വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷെ ഒരു പാഠം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, അയാൾ തൻ്റെ വീട്ടിൽ മരിച്ചു കിടന്ന രംഗം എങ്ങനെയായിരുന്നു ഒന്ന് പോയി നോക്കിയിട്ട് പറ. സമത്വക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, അയാൾ മരണപ്പെട്ട് കിടന്നിരുന്നത് ഏത് സ്ഥലത്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോയി സ്വന്തം കുടുംബക്കാരോട് ഒന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നാൽ കണ്ണിയത്തിൻ്റെ വേദനയുടെ വില മനസ്സിലാവും. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഈ മുഷാവറ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യന്മാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട്ട് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിലും മലപ്പുറത്ത് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിലും വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനവറുകൾ ദുആ ചെയ്തുകൊണ്ട് ദുആന്റെ അവസാനത്തിൽ പറഞ്ഞു, സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. ഒരു വല്ലാത്ത വാക്കാ, മുഖം കെട്ടു. സമത്വക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചതോടുകൂടി ഈ കേസ് കൊടുത്ത വിഭാഗത്തിൽപ്പെട്ട സാധുക്കൾ ഒന്ന് പതറി. അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞു, കണ്ണിയത്തിൻ്റെ ബുദ്ധിക്കെന്തോ തകരാറുണ്ട്, കണ്ണിയത്തിന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ്, അതുകൊണ്ട് കണ്ണിയത്ത് ഇപ്പം പറയുന്ന ആരും അത്ര വിശ്വസിക്കണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കൂട്ടി മലപ്പുറത്ത് യോഗം നടത്തി. മലപ്പുറത്ത് നടന്ന മഹാസമ്മേളനത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ദുആ ചെയ്ത ശേഷം അദ്ദേഹം പ്രസംഗിച്ചു, ഞാൻ കോഴിക്കോട്ട് വെച്ച് ഇത് പറഞ്ഞപ്പോൾ എനിക്കാരോ പറഞ്ഞു തന്നതാണ് എന്ന് പലരും പറഞ്ഞു. എനിക്കാരും പറഞ്ഞു തന്നതല്ല. സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ, അവരെയും അവരെ അഹ്ലുകാരെയും അല്ലാഹു ഖൈറിലാക്കാതിരിക്കുമാറാവട്ടെ. കണ്ണിയത്തിൻ്റെ പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഗൗരവമല്ലേ പിന്നെ നമ്മൾ കണ്ടത്. സമത്വ കേസ് നടത്തി. ഈ 3 ചോദ്യങ്ങൾക്കും സമത്വയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശംസുലമ മറുപടി പറഞ്ഞു. സമത്വക്ക് നിലനിൽപ്പുണ്ട്, സമത്വയുടെ നേതാക്കൾ നീതിപൂർവമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിലും കണ്ണിയത്തിനെയും ശംസുലമയും വിശ്വാസമില്ലാതെ കോടതി പറയാൻ പാടുണ്ടോ? സമത്വ ശരിക്കും അതിൻ്റെ രേഖ സമർപ്പിച്ചു. സമത്വക്ക് അനുകൂലമായി വിധി വന്നു. സമത്വക്ക് അനുകൂലമായി വിധി വന്നപ്പോൾ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അപ്പോഴേക്കും ഡിസംബറിൽ കേസ് നടത്തി. ജനുവരിയായി, 1 മാസം കൊണ്ട് കേസ് ജയിച്ചു. ജനുവരി 16 മുഷാവറ വിളിച്ചു. ജനുവരി 16 മുഷാവറ കൂടിയപ്പോൾ എല്ലാവരും മുഷാവറ 40 അംഗങ്ങളുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരടക്കം എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ഇവരെ പുറത്താക്കലാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ശംസുലമയുടെ ലക്ഷ്യമെങ്കിൽ, കോഴിക്കോട് ഓഫീസിൽ ആ ബഹളം വെച്ച സമയത്ത് തന്നെ യോഗം കൂടി പുറത്തായിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ. മുഷാവറക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു, അപ്പോഴെങ്കിലും പുറത്തായിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ. കേസ് സമത്വ ജയിച്ചിട്ട് മുഷാവറ കൂടുമ്പോൾ പുറത്താക്കിയോ? പുറത്താക്കിയില്ല. എന്താ കാരണം? അതൊക്കെ നേതാക്കൾ ക്ഷമിച്ചു, സഹിച്ചു. പുറത്താക്കാതെ സഹിച്ച് ക്ഷമിച്ച് നന്നാവുന്ന കരുതി നിന്നു. അങ്ങനെ 16 ജനുവരി 16 യോഗത്തിൽ 89 ജനുവരി 16 യോഗത്തിൽ 40 പേരുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരുണ്ട്. എല്ലാവരും ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ ഒരു സമ്മേളനം നടന്നാൽ അതിൻ്റെ പേര് നമ്മൾ രണ്ടാവുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു സമ്മേളനം കൊണ്ട് നമ്മൾ രണ്ടാവുകയാണെങ്കിൽ സമ്മേളനം വേണ്ട. ഒരു സമ്മേളനം തൽക്കാലം എറണാകുളത്ത് വേണ്ട. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഭിന്നിച്ചു നിൽക്കാനുള്ള ഒരു പണിയും വേണ്ട. അൽ-ഇജ്തിമാഉ നിഅമ, ഒരുമിച്ച് നിൽക്കലാണ് നല്ലത്. വൽ ഇഫ്തിറാഖു നിഖ്മ, ഭിന്നിച്ചു നിൽക്കൽ തെറ്റാണ്.
ഉറപ്പിച്ചു, മിനിറ്റ്സിൽ എഴുതി, സമ്മേളനം തന്നെ വേണ്ട, ഭിന്നിപ്പ് വേണ്ട. ആ യോഗ തീരുമാനമെടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ സമ്മേളനം നടത്തണില്ലേ എന്നിവരോട്. കാരണം ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരെ ഏറ്റെടുത്തിരുന്നു, സ്പോൺസർ ചെയ്തിരുന്നു, ഇവന്റ് മാനേജ്മെന്റ്. അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, മുഷാവറ വിലക്കിയാലും നടത്തും, സമസ്ത മുഷാവറ വിലക്കിയാലും നടത്തും എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എറണാകുളത്ത് സമ്മേളനം നടത്തിയപ്പോൾ 6 പേർ അതിൽ പങ്കെടുത്തു, മുഷാവറ മെമ്പർമാർ. നേരത്തെ യോഗം ചേർന്ന് സമ്മേളനം നിർത്തിവെക്കണമെന്ന് പ്രമേയം പാസാക്കിയ അതേ യോഗത്തിലെ 6 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവരെ പേര് നോട്ട് ചെയ്ത് ഫെബ്രുവരി 18 മുഷാവറ കൂടി അവരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കി പുറത്താക്കിയപ്പോഴും സമത്ത് ഒരു കാര്യം ചെയ്തു, ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തി. അതിനാ തിരിച്ചു വരും എന്നാണ് ഗുരുനാഥന്മാർ പ്രതീക്ഷിച്ചത്. 6 പേരെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കി. എന്തേ പുറത്താക്കാൻ കാരണം? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ 2 സമ്മേളനം നടന്നപ്പോൾ ഒന്നാക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി സംയുക്ത യോഗം വിളിച്ച സ്വാഗത സംഘ യോഗത്തിന്റെ ഓഫീസിലേക്ക് പോലീസിനെ വിളിക്കേണ്ട ഗതികേടുണ്ടാക്കി. മുഷാവറ വിളിച്ചപ്പോൾ കോടതിയിൽ കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുഷാവറ യോഗം ചേർന്ന് സമ്മേളനം നടത്തണ്ടാന്ന് തീരുമാനിച്ചിട്ട് ധിക്കരിച്ച് നടത്തിയപ്പോൾ സമത്തെ പുറത്താക്കി. സമത്തന്റെ കയ്യിൽ വല്ല തെറ്റുണ്ടോ പറ? അച്ചടക്ക നടപടി എടുക്കണ്ടേ? ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു പള്ളി കമ്മിറ്റി യോഗം ചേരുന്നു, ഒരു കാര്യം നമ്മൾ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അതിൽപ്പെട്ട ഒരു മെമ്പർ അത് ചെയ്താൽ പിറ്റത്തെ യോഗത്തിൽ ആ മെമ്പറെ പുറത്താക്കൂലേ? അത്രേ ഉണ്ടായുള്ളൂ. ഈ നടപടിക്രമം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പാലിച്ചു. പുറത്താക്കിയപ്പോൾ ഇവിടെ പുറത്താക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ പശ്ചാത്തലം, ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പശ്ചാത്തലം, ഇതതിന്റെ പശ്ചാത്തലമാണ്. ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കും, ഒരു കാരണമില്ല. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ശംസുലമയും നീ പുറത്തു പോകുന്നുണ്ടാ പുറത്തു പോണ്ടേ? പുറത്താക്കിയാൽ തിരിച്ചു വന്നിട്ട് ഉസ്താദെ തെറ്റുണ്ട് ക്ഷമിക്കണം എന്നല്ലേ പറയേണ്ടത്? ആരാ കണ്ണിയത്ത്, ആരാ ശംസുലമ? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഗുരുത്വം നോക്കണ്ടേ? കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലമന്റെ ശിഷ്യന്മാരെ അപ്പുറത്തുള്ളൂ. ഈ പുറത്താക്കപ്പെട്ട 6 പേരിൽ ഒരാളുടെയും ഗുരുവല്ല, ഒരാളുടെയും ശിഷ്യനല്ല കണ്ണിയത്ത്. ആ 6 ആളുടെയും ശിഷ്യനല്ല ശംസുലമ. എന്നാൽ പുറത്താക്കപ്പെട്ട ആളുകൾ മുഴുവൻ കണ്ണിയത്തിന്റെ ശംസുലമയുടെ ശിഷ്യന്മാരാ. ഉസ്താദാണ് ശിഷ്യന്മാർ. അപ്പൊ ബാപ്പ മക്കളെ പുറത്താക്കിയതാണ്. മക്കളാണ് ഒതുങ്ങേണ്ടത്. ഇനി ഭൂരിപക്ഷം നോക്കാം. 34 ആൾ ഒരു ഭാഗത്ത്, 6 ആളെ പുറത്താക്കി. 34 ആള് എന്ന് പറഞ്ഞാൽ 34 കൂട്ടണ്ട, 32 കൂട്ടിക്കോ. ബാക്കിയുള്ള 2 എണ്ണം മാത്രം മതി. കണ്ണിയത്തുൽ ശംസുലമയും ഒരു ഭാഗത്തും ബാക്കി 38 ആൾ ഒരു ഭാഗത്തുമാണെങ്കിലും ഈ 2-നാണ് വില. 2 പേരടങ്ങുന്ന കണ്ണിയത്തും ശംസുലമയും ഒരു ഭാഗത്തും ബാക്കി 38 അപ്പുറത്ത് നിന്നാലും ഈ 2 പേർക്കാണ് വില. അത്ര വലിയ മഹത്തുക്കളാണ് അവർ. പടച്ചറപ്പ് കഴിവെടുത്ത മഹാന്മാർ. അവരെ ശിഷ്യന്മാരെ ബാക്കി 38 ഉള്ളൂ. ആ 38-ൽ ഈ 6 പേരെ പുറത്താക്കുമ്പോൾ ബാക്കിയുള്ള 34 ആളും ഈ 2 ആളെ കൂടെ നിന്നത്. 34 ആളുകൾ കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ ശംസുലമയും അടക്കം 34 ആള് 6 പേരെ പുറത്താക്കി. ആ 6 പേരെ പുറത്താക്കിയപ്പോൾ അവർ ചെയ്ത പണി എന്താ? അവർ 6 ആള് വേറെ യോഗം ചൂടി 34 ആൾ ഇങ്ങോട്ട് പുറത്താക്കി. ശരിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് പറ. അവർ നേരെ ചെന്നത് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന അഭിഭാഷകന്റെ അടുത്തേക്കാണ്. വക്കീലിന്റെ അടുത്ത്. കോഴിക്കോട്ടെ പ്രമുഖനായ വക്കീലാണ് അയാൾ. നല്ല വക്കീലാണ്, കഴിവുള്ള ആളാണ്. കോഴിക്കോട്ടെ പ്രമുഖനായ വക്കീലാണ് അരവിന്ദാക്ഷ മേനോൻ. അരവിന്ദാക്ഷ മേനോന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് സമത്വയായി പ്രവർത്തിക്കണം, അതിന് ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കണം, ഞങ്ങൾ സമത്വയുടെ പേരിൽ തന്നെ അറിയപ്പെടുകയും വേണം. അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു, നിങ്ങളെ ഭരണഘടന വേണം. അവർ ഭരണഘടന കൊടുത്തു. സമത്വയുടെ ഭരണഘടന വായിച്ചു അരവിന്ദാക്ഷ മേനോൻ. വക്കീലല്ലേ, അയാൾക്ക് വേഗം മനസ്സിലാവുമല്ലോ. സമത്വയുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് ഉണ്ട്. ഏത് യോഗം ചേരുകയാണെങ്കിലും മിനിമം കോറം 10 മുഷാവറ മെമ്പർമാർ വേണം. ജനറൽ ബോഡിക്കും 10 വേണം, മുഷാവറക്കും. മുഷാവറ 40 അല്ല, 30 ആൾ ആബ്സെന്റ് ആണെങ്കിലും 10 ആൾക്ക് തീരുമാനം എടുക്കാം. 31 ആൾ ആബ്സെന്റ് ആയ 9 ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ മുഷാവറയുടെ മിനിമം കോറം 10 ആണ്. അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു കൊടുത്തു, ഈ ഭരണഘടന വായിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വായിച്ചാൽ കിട്ടും ഭരണഘടനയിൽ. നിങ്ങൾ 6 പേരേ ഉള്ളൂ, 10 പേരില്ലാതെ യോഗം ചേരാൻ തന്നെ പറ്റില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ മുഷാവറ ഉണ്ടാക്കുക? നിങ്ങൾ 6 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചേക്കും, നടക്കൂല, കോടതിയിൽ ജയിക്കൂല എന്നോ. അപ്പൊ അവര് പറഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഒരു വക്കീൽ ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഒരു വക്കീൽ ബുദ്ധി പറയാൻ എന്താ,
വക്കീല് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുക, സമത്ത എന്നുള്ള പേരാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങളും സമത്തയെന്ന് പറയാം, അത് പറയുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഞങ്ങളും സമത്തയാണെന്ന് പറയാം. അതിൻ്റെ പേരിൽ ഒരു കേസ് വന്നാൽ കോടതിയിൽ ആ കേസ് എത്ര പോകും, അത്ര കാലം നിങ്ങൾക്ക് ആ പേര് ഉപയോഗിക്കാം. ഇനി അഥവാ ആ പേര് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം കോടതി തന്നാൽ അപ്പോൾ ആ പേരിൻ്റെ കൂടെ വേറെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ മതി. ഉടനെ ഇവർ അതനുസരിച്ചൊരു മുഷാവറ ഉണ്ടാക്കി. വക്കീല് പറഞ്ഞു കൊടുത്ത കുറച്ച് മുമ്പേ തന്നെ ഇവർ ചെയ്തു. ഇവർ വേഗം പോയി സമത്ത കേരള സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തു, അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയും രജിസ്റ്റർ ചെയ്തു. 2 രജിസ്ട്രേഷൻ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. വിവരാവകാശ പ്രകാരം പകർത്തിയാൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ കോപ്പി ഇട്ടു. നിഷേധിക്കാൻ ഏതായാലും അവർക്ക് കഴിയില്ല. സമത്ത കേരള സുന്നി ജമിയത്തുലമ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമ 2 സംഘടന രജിസ്റ്റർ ചെയ്ത് അവിടെ വെച്ചു. പേര് സമത്ത കേരള ജമിയത്തുലമ എന്ന് പറയാനും തുടങ്ങി. ഇവർ സമത്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമയോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ SKSFന്റെ പ്രവർത്തകരായി അന്ന് സജീവ രംഗത്തുള്ള സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഇവരിങ്ങനെ ഈ പേര് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യായി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കേസ് കൊടുത്തൂടെ. അദ്ദേഹം പറഞ്ഞു, എടോ കേസ് കൊടുത്താൽ വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഇദ്ദേഹം ഇവിടെ വെച്ച് പറയാം. കേസ് കൊടുത്താൽ അവർ സുപ്രീം കോടതി വരെ പോകും. കൊല്ലം എത്ര എടുക്കും, ഈ സമുദായത്തിൻ്റെ പണം എത്ര ചെലവാകും ആ കേസ് തീർപ്പാക്കാൻ? ഇപ്പൊ KNMMന്റെ കേസ് നമ്മളിലെ തീർപ്പായിട്ടില്ലല്ലോ എന്ന പോലെ അങ്ങനെ പോകും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേസിൽ നമ്മൾ ജയിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ സമത്ത എന്നുള്ള പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ആ പേരിൻ്റെ കൂടെ ചെറിയൊരു ഭാഗം കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ അന്തം വിട്ടുന്നു. അപ്പം ശൈഖുന പറഞ്ഞു, എടോ സമത്ത കേരള നായർ മഹാസഭ സമത്തല്ലേ എന്ന് ചോദിച്ചു. സമത്ത കേരള നായർ മഹാസഭ ഉണ്ടല്ലോ എന്ന പോലെ ഒരു ചെറിയ പേര് കൂട്ടിയാൽ ഉപയോഗിക്കാവുന്നുള്ളൂ. കേസ് ജയിച്ചാലും അത്രയും ഉണ്ടാവും. സത്യം അതുപോലെ അവർ സമത്ത കേരള സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തല്ലോ. അപ്പൊ കേസ് കൂടിയിട്ട് ഫലമില്ല എന്നാണ് അർത്ഥം. അതാ നമ്മൾ കേസ് കൊടുക്കാത്തത്. ആ പേരിന്റെ കൂടെ ഒരു ചെറിയ വരി ചേർത്താൽ മതി. സമത്താന്ന് പിന്നെയും പറയാം. സമത്ത കേരള നായർ മഹാസഭ കേരളത്തിലുണ്ട്, സമത്ത കേരള സാഹിത്യ പരിഷത്ത് കേരളത്തിലുണ്ട്. സമത്ത തന്നെയാ. ആ ഭാഗം അങ്ങനെ വരും. ജനങ്ങൾ പറഞ്ഞു പഠിച്ച ഈ പേര് അവർ മതവേദിയിൽ ഉപയോഗിക്കും. ചോദിച്ചാൽ പറയും ഞങ്ങൾ സമത്ത കേരള സുന്നി ജമിയത്തുലമയാണ്, സമത്ത കേരള ജമിയത്തുലമ അല്ല എന്ന് പറയും. ഈ അവസ്ഥ വരും. അപ്പൊ ഞങ്ങൾ പറയും എന്നാലും ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ശൈഖിന് അത് കുറെ കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതിന് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കുതിരവട്ടത്ത് മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ വന്നു. മാനസിക രോഗികളെ ചികിത്സിക്കുന്ന കുതിരവട്ടത്തെ മാനസിക മെന്റൽ ഹോസ്പിറ്റൽ. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നെഹ്റു വന്നപ്പോൾ കലക്ടറുണ്ട്, പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. സെല്ലിൽ കിടക്കുന്ന രോഗികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ചില രോഗികൾ ചിരിച്ചു, ചിലർ കരഞ്ഞു, അവർക്ക് എന്ത് നെഹ്റു. അവസാനം അത്യാവശ്യം സുഖമായ ഒരു സെല്ലിൽ കുറച്ച് കുട്ടികളുണ്ട്. അവർ രോഗം സുഖമായി നാട്ടിൽ പോകാൻ നിൽക്കുക. രോഗികളൊക്കെ സുഖമായി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ മതി, മെച്ചുവറായിട്ടുണ്ട് നടത്തും. അവർക്ക് ബോധമുണ്ട്. അവരോട് ചെന്നിട്ട് അവരെ കാണിച്ചിട്ട് ചാച്ചാ നെഹ്റുവാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെന്നോ. അപ്പം അതിൽപ്പെട്ട സുഖമുള്ള ഒരാൾ പറഞ്ഞു, അത് ഇവിടെ വരുമ്പോൾ പലരും പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറയും, പോകുമ്പോഴൊക്കെ സുഖമായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കഥ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ പറഞ്ഞിരുന്നു. സമത്തയുടെ പ്രസിഡന്റാണ് സെക്രട്ടറിയാണെന്നൊക്കെ പലരും പറയും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സുഖമാകുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിലും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൊന്ന് പഠിക്കുക. എന്താണ് ഈ ചെയ്ത പ്രവർത്തനം? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമ ഇരുന്ന കസേരയും ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന കസേരയും. കണ്ണിയത്ത് ഉസ്താദ് 989 ജീവിച്ചിരിപ്പുണ്ടല്ലോ. 89 കഴിഞ്ഞ് 90, 91, 92, 93. 93-ലാണ് കണ്ണിയത്ത് ഉസ്താദ് മരിച്ചു പോകുന്നത്. 93 വരെ ഇവർ ഈ സംഘടന കൊണ്ടുനടന്നില്ലേ. അതിൻ്റെ ശേഷം നമുക്ക് വേറെ പറയാം. കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്നു. എന്ത് തെറ്റാ കണ്ണിയത്ത് ചെയ്തത്? നിങ്ങൾ 6 ആൾ കൂടി 34 ആളെ പുറത്താക്കിയപ്പോൾ 34-ലെ 2 കണ്ണിയത്തും ശംസുല്ലമയല്ലേ? കണ്ണിയത്തല്ലായിരുന്നു സമത്തിന്റെ പ്രസിഡന്റ്. 22 കൊല്ലം ആ പ്രസിഡന്റ് ആയിരുന്ന കസേര, 63 കൊല്ലം മെമ്പർ ആയിരുന്ന കസേര. നമ്മുടെ ഉസ്താദ് ഗുരുവര്യനായ കണ്ണിയത്ത് ഉസ്താദ് 63 കൊല്ലം മെമ്പറായി മുല്ലക്കോയത്തങ്ങളെ കാലം മുതൽ ഇരുന്ന ആളാ. അങ്ങനത്തെ ഒരേ ഒരു മനുഷ്യനെ 89 ജീവിച്ചിരിപ്പുള്ളൂ. മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമത്തയിൽ മുല്ലക്കോയത്തങ്ങളെ ദുആ കാമീം പറഞ്ഞ ഒരു മനുഷ്യനെ ജീവിച്ചിരിപ്പുള്ളത് കണ്ണിയത്ത് ഉസ്താദാ. ആ കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന കസേര 63 കൊല്ലം അദ്ദേഹം മെമ്പറായിരുന്ന കസേര.
22 കൊല്ലം പ്രസിഡന്റ് ആയിരുന്ന കസേര, ആ കസേരയ്ക്ക് ഒരാളെ കയറ്റിയിരുത്തി. അയാൾ ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനാ. ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ ഇരുത്താൻ പാടുണ്ടോ? ഇരുന്ന ആളെ കുറിച്ച് നമുക്ക് അഭിപ്രായവ്യത്യാസമൊന്നുമില്ല. എന്തിനും അവസരം കിട്ടുമ്പോൾ കയറി ഇരിക്കരുത് എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയുടെ സീറ്റിലായിരുന്നത് വേറൊരാൾ. ആ ഇരുന്ന ആളോ ശംസുൽ ഉലമ മുഷാവറിൽ വന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ആളാ. ബഹുമാനപ്പെട്ട ശംസുലമയുടെ ശിഷ്യൻ KK അബൂബക്കർ ഹസ്രത്തിന്റെ ശിഷ്യനാ. ശരിയുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോ? ഈ നടപടിക്രമത്തിൽ കണ്ണിയത്തിന് എന്താ തെറ്റുപറ്റിയത്, ശംസുലമക്ക് എന്താ തെറ്റുപറ്റിയത്? നിങ്ങൾ പറ. ആ 2 മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ ശംസുലമ മരിച്ചപ്പോഴാ? 1996 എന്ന് പറഞ്ഞാൽ 89 മുതൽ 96ലേക്ക് 7 കൊല്ലമുണ്ട്. ശംസുലമ ജീവിച്ചിരിക്കുന്ന 7 കൊല്ലം എന്തിനാ വേറെ സംഘടന കൊണ്ടുവരുന്നത്? എന്നിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയാൽ കണ്ണിയത്തിന്റെ മതക് പറയും, ശംസുലമന്റെ മതക് പറയും, ഞങ്ങളാ സമത്താൻ തോന്നിക്കും. കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്തു, കണ്ണിയത്തിനെ വേദനിപ്പിച്ചില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് അത്തും വിത്തുമാണെന്ന് പറഞ്ഞില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് ഉപ്പും ചാക്ക് പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇത് മുഴുവൻ പറഞ്ഞിട്ട് ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഫാത്തിയോതി ദ്വാരക്ക് എന്തിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ? വാഴക്കാട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് നടന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് ഞങ്ങൾ നടത്തുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു. എപ്പോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് പ്രഖ്യാപിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കണം, കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് ഇവർ നടത്തുമെന്നറിഞ്ഞപ്പോ സംഘടനാപരമായി നമ്മൾ ആരും അതിൽ ഇടപെടാൻ പോയില്ല. കാരണം സംഘടനാ കാര്യമല്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്ടെ പള്ളിയിൽ മരിച്ചു കിടക്കുന്നു. മരിച്ചിട്ട് 20 കൊല്ലമായി 19 ഉറൂസ് നടന്നു. ഈ 19ാമത്തെ ഉറൂസും നമ്മൾ ശരിക്കും നടത്തി, നമ്മളെ കയ്യിൽ പങ്കെടുത്തു. ആ ഉറൂസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെ വക ഒരു ഉറൂസ് പ്രഖ്യാപനം. ഇവർ ഉറൂസ് നടത്താൻ തീരുമാനിച്ചു. ഉറൂസ് നടത്താൻ തീരുമാനിച്ച് കൂട്ട സിയാറത്തിന് വരുന്നു എന്ന് പറഞ്ഞു. കൂട്ട സിയാറത്തിന് വരുന്നു എന്ന് പറഞ്ഞ് ഈ വിവരം അങ്ങ് പുറത്തായപ്പോൾ നാളെ കൂട്ട സിയാറത്താണ് ഇവരെ സിയാറത്ത് എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നോ 2000-ഓളം പ്രവർത്തകർ അവിടെ സജ്ജരായി. ആരും അറിയിപ്പ് കൊടുത്തിട്ടല്ല, സംഘടനാപരമായി അനൗൺസ്മെന്റോ പത്രത്തിൽ വാർത്തയൊന്നുമില്ല. 2000-ഓളം പ്രവർത്തകർ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിന് മുമ്പിൽ പ്രവർത്തകരാണ് നിരന്നു. നമ്മുടെ പ്രവർത്തകർ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? കേസ് കൊടുത്ത് വേദനിപ്പിച്ച് കണ്ണിയത്തിനെ ബുദ്ധിമുട്ടിച്ച നിങ്ങൾ എന്തിനാ സിയാറത്തിന് വരുന്നതെന്ന് ചോദിച്ചു. ഇവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ ബന്ധപ്പെട്ടു. എപ്പോഴും മുസ്ലിം പ്രശ്നത്തിൽ മുസ്ലിം വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവുണ്ട് അവിടെ. ആരാവട്ടെ, നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ശരിക്കും ഇവർക്ക് സിയാറത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും പോലീസ് കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തു. ഇവർ അനൗൺസ് ചെയ്തു, നമ്മുടെ മന്ത്രി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഷെയ്ഖുനായി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ എന്തായാലും കണ്ണിയത്തിന്റെ മക്കാമ് സിയാറത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നായിട്ട് പുറപ്പെട്ടു. പോലീസിന്റെ ഫോഴ്സ് വന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് പോലീസ് വന്നത്. നമ്മളെ 2000 പ്രവർത്തകരെ കണ്ടു. 2000 പ്രവർത്തകരെ കണ്ടപ്പോൾ DYSP വന്നിട്ട് ഇതൊരു അപകടകരമായ നിൽപ്പാണ്, വലിയ കുഴപ്പമുണ്ടാവുമെന്ന് മനസ്സിലാക്കി. നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു, മഹാനായ റഈസുൽ മുഹഖിഖീന്റെ മക്കാമിലേക്ക് അവർക്ക് സൗകര്യമുള്ളപ്പോൾ ഓരോരുത്തരായിട്ട് വന്നോട്ടെ. സംഘടനാപരമായി കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്ത് കണ്ണിയത്തിനെ വേദനിപ്പിച്ച് കണ്ണിയത്ത് ഉസ്താദിനെ കരയിപ്പിച്ച ആൾക്കാർ സംഘടനാപരമായി സിയാറത്ത് നടത്തി മുതലെടുക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. DYSP എപ്പോഴാ വിഷയം മനസ്സിലാക്കണത്? മോളിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദം വരും അവർക്ക് സിയാറത്തിന് കൊടുക്കാൻ. DYSP ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. മലപ്പുറം DYSP വന്നിട്ട് ചോദിച്ചു. അപ്പോൾ DYSP കാര്യം ചോദിച്ചു, ഇയാൾ എത്ര കൊല്ലമായി മരിച്ചിട്ടെന്ന് ചോദിച്ചു. 20 കൊല്ലമായി. എത്രാമത്തെ ഉറൂസാ? 19ാമത്തെ ഉറൂസ്. 19 ഉറൂസ് ആരാ നടത്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇക്കൊല്ലം ഉറൂസ് നടത്തി. ഇവരിപ്പോഴാ ഉറൂസ് നടത്തുന്നത്. അപ്പോൾ അവരോട് പോയി DYSP ചോദിച്ചു, ഇയാൾ മരിച്ചിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചു. 20 കൊല്ലമായി. 93 മരിച്ചു. ഇപ്പോൾ 2013 20 കൊല്ലമായി. എത്രാമത്തെ ഉറൂസാന്ന് ചോദിച്ചു. 19ാമത്തെ ഉറൂസാണ്. നിങ്ങളെ എത്ര ഉറൂസ് നടത്തി? ഞങ്ങൾ ഈ ഉറൂസ് നടത്തിയുള്ളൂ. 18 ഉറൂസും നിങ്ങൾ നടത്താഞ്ഞെന്ന് ചോദിച്ചു. മറുപടി ഇല്ല. 18 ഉറൂസ് നടത്താൻ നിങ്ങൾ എന്തിനാ 19ാമത്തെ ഉറൂസ് നടത്താൻ വരുന്നതെന്ന് ചോദിച്ചു. അതിനും മറുപടി ഇല്ല. എന്നാൽ തിരിഞ്ഞു പോകുന്നു. ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ നേതാവ് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ ഉറപ്പ് 19 ഉറൂസില്ലാത്തവർ 18 ഉറൂസില്ലാത്തവർ ഉറപ്പ് ഇപ്പോൾ ഒരു ഉറപ്പില്ല, തിരിച്ചു പോയിക്കോന്നു. അപ്പം ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യേണ്ടി വെച്ചു. നിങ്ങളെ പള്ളിയിൽ നിന്നാണ് സിയാറത്ത് ചെയ്താൽ മതിയാണ് DYSP. പള്ളിയിൽ സിയാറത്ത് ഇറക്കുമല്ലോ DSPക്ക് അറിയില്ലോ. തിരിച്ചാണ് വിട്ടു. വെച്ച ചോറ് പോലും ബാക്കിയാ വേണ്ടി വന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും കാര്യം പഠിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു, 18 ഉറൂസ് നടത്താത്ത ആൾക്കാർ എന്തിനാ 19ാമത്തെ ഉറൂസിന് വന്നത്? നമ്മൾ സംഘടനാപരമായി നേരിട്ടതല്ല, മറിച്ച് കണ്ണിയത്തിന്റെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തതായി ഇത്രയും ആളവിടെ വരുത്താൻ. കണ്ണിയത്ത് ഉസ്താദ് മനസ്സ് വെച്ചാൽ അവർക്ക് നേരെ പോയിക്കൂടെ? കണ്ണിയത്ത് ഉസ്താദ് മനസ്സ് വെക്കാത്തതുകൊണ്ടല്ലേ ആ മക്കാമൊക്കെ അവർക്ക് പോകാൻ കഴിയാതെ വന്നത്. അപ്പോഴാ ഞങ്ങൾ അവരോട് പറഞ്ഞത്, കണ്ണിയത്തിനെ വേദനിപ്പിച്ചിട്ട് പിന്നെ ഒരു ഊസ് നടത്തിയിട്ട് കാര്യമില്ല. മുസാബ് കക്കാൻ ഒന്നുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. വല്ല പ്രയോജനമുണ്ടോ?
കണ്ണിയത്തുസാദിനെ ഇതുവരെ കേസ് കൊടുത്ത് വേദനിപ്പിച്ചിട്ട് കണ്ണിയത്തുസാദിന്റെ മക്കാമിൽ പോയി ഉറൂസ് നടത്തിയിട്ട് കാര്യം? ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ കേരളത്തിൽ അവരുണ്ടാക്കി. അതിനുശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്ക്, നമ്മുടെ മഹാന്മാരായ നേതാക്കൾ നടന്ന വഴികൾ നോക്ക്. അവരിപ്പോൾ സമൂഹത്തിൽ വന്ന് പ്രചരിപ്പിക്കുന്ന എന്താ? ആഗോള പര്യടനം നടത്തിയിട്ടുണ്ട്, ഇന്ന നേതാക്കളൊക്കെ ഉണ്ട്, ഇത്ര പണക്കാർ പിന്തുണച്ചിട്ടുണ്ട്, വലിയ വലിയ മഹാന്മാർ പിന്തുണച്ചിട്ടുണ്ട്, ഇന്ന ഷെയ്ഖന്മാർ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ അറബികളുടെ പ്രതാപം, പണത്തിന്റെ പ്രതാപത്തല്ലേ? നമ്മളൊക്കെ ഒന്നേ മനസ്സിലാക്കിയുള്ളൂ, ദീനിന്റെ വിഷയത്തിൽ അളവുകോല് പ്രതാപമല്ല. ദീനിന്റെ വിഷയത്തിൽ അളവുകോൽ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയല്ലോ. നബി തങ്ങൾ പ്രബോധനം തുടങ്ങിയപ്പോൾ നബി തങ്ങൾ സത്യവാനാണോ കള്ളവാനാണോ എന്നറിയാൻ സംശയം. നബി തങ്ങളെ സംശയിക്കുന്ന ഒരു രാജാവ് ഹിറാക്ലിയസ്, ഹിർക്കൽ ചക്രവർത്തി, തന്റെ കൊട്ടാരത്തിലേക്ക് നബി തങ്ങളെ കുറിച്ച് ചോദിക്കാൻ അബൂ സുഫിയാനെ വിളിച്ചു. അബൂ സുഫിയാനെ വിളിച്ചിട്ട് ഹിർക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? അഖ്ബിറൂനി അൻ അത്ബാഇഹി മൻഹും, മുഹമ്മദ് എന്ന പ്രവാചകനെ പിന്തുണക്കുന്ന ആളുകൾ ആരാണ് എന്ന് എന്നോട് പറയും. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? മുഹമ്മദ് നബി അഖ്ബിറൂനി അൻ അത്ബാഇഹി മൻഹും, ആരാണ് മുഹമ്മദിനെ പിന്തുണക്കുന്നവരിൽ ഭൂരിപക്ഷവും? അബൂ സുഫിയാൻ